Exercise question number 5, page number 170. One side of a triangle is 6 centimeter and the angles at its ends are 40 degree and 65 degree. Calculate its area. ഒരു ത്രികോണത്തിന്റെ ഒരു വശം 6 സെന്റിമീറ്ററും അതിലെ രണ്ട് കോണുകൾ 40 ഡിഗ്രിയും 65 ഡിഗ്രിയുമാണ്. ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. നേരത്തെ പ്രോബ്ലം പോലെ തന്നെയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു സൈഡും അതിന്റെ രണ്ടറ്റത്തുള്ള രണ്ട് ആംഗിൾസുമാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം റഫ് ഫിഗർ വരയ്ക്കാം. ഇത് 6 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള സൈഡാണെന്ന് വിചാരിക്കുക. അതിന്റെ രണ്ടറ്റത്തുള്ള ആംഗിൾസ് ഒന്ന് 40 ഡിഗ്രിയും മറ്റേത് 65 ഡിഗ്രിയുമാണ്. അങ്ങനത്തെ രണ്ട് ആംഗിൾസ് വരുന്ന വിധത്തിൽ നമുക്കൊരു ട്രയാങ്കിൾ റഫായിട്ട് വരയ്ക്കാം. സോ ഈ സൈഡ് 6 സെന്റിമീറ്റർ, ഈ ആംഗിൾ സപ്പോസ് ദിസ് ഇസ് 40 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് 65 ഡിഗ്രി. റഫ് ഫിഗറേ ആവശ്യമുള്ളൂ, ഇതിനൊന്നും ഫെയറായിട്ട് വരച്ച് സമയം കളയണ്ട. ട്രയാങ്കിളിന്റെ പേര് കൊടുക്കാം ABC. അപ്പൊ നേരത്തെ പ്രോബ്ലം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഒരു സൈഡേ നമുക്ക് തന്നിട്ടുള്ളൂ, രണ്ട് സൈഡെങ്കിലും കണ്ടാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ടേക്ക് പോകാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനുവേണ്ടി നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. ഇവിടെ 40, ഇവിടെ 65. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? 40യും 65ഉം വന്നപ്പോൾ 105 വന്നു. ബാക്കിയുള്ള 75 ഡിഗ്രി ആയിരിക്കും എ. ടോട്ടൽ ഡിഗ്രി നിങ്ങൾക്ക് കാണാം 180 ഡിഗ്രി. നേരത്തെ പ്രോബ്ലം ചെയ്ത സമയത്ത് നമ്മൾ ഒരു കാര്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. മൂന്നാമത്തെ ആംഗിളും കൂടെ കണ്ടുപിടിച്ചപ്പോൾ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വന്നു. 65ഉം 65, 50യും 65 ആയിരുന്നു തന്നത്. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിച്ചപ്പോൾ 65 കിട്ടി. സോ ഈ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സും ഈക്വൽ ആയിട്ട് വന്നതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് രണ്ടാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷേ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ ട്രയാങ്കിളിൽ മൂന്ന് ആംഗിൾസും ഡിഫറെന്റ് ആണ്. സോ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ വേറൊരു സൈഡ് കണ്ടുപിടിക്കാൻ പോസിബിൾ അല്ല. സോ നമുക്കത് അങ്ങനെ തന്നെ നിർത്താം. നമുക്ക് സ്റ്റെപ്സ് എഴുതി വരാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു, സോ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആംഗിൾസ് 50യും 65ഉം ആണെങ്കിൽ ഈ കാര്യം ഓർത്ത് വെക്കുക. ആംഗിൾസ് 50യും 65ഉം ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും 65 ആയിരിക്കും. സോ ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ആയിരിക്കും. സോ അതിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഒരു സൈഡ് തന്നിട്ടുണ്ടാവും. സോ നമുക്ക് മറ്റേ സൈഡ് 5 സെന്റിമീറ്റർ എന്ന് എഴുതി ആദ്യത്തെ ഇതിന് തൊട്ടു മുന്നേയുള്ള പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ചെയ്തു പോകാം. പക്ഷെ മൂന്ന് ആംഗിൾസും ഡിഫറെന്റ് ആയി വന്നു, ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അതാണ് ഈ പ്രോബ്ലം. അപ്പം ഇതിങ്ങനെ ഡിഫറെന്റ് ആയിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് BH ആണ് ഫോർമുല. സോ നമുക്ക് ഇവിടെ ആകെ അറിയാവുന്ന ബേസ് മാത്രമാണ്. സോ ഹാഫ് ഇൻറ്റു ബേസ് 6 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. എ മുതൽ ഡി വരെ വരച്ച് ഹൈറ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. സോ അത് നമുക്ക് AD എന്ന് എഴുതാം. സോ ഹാഫ് ഓഫ് 6 is 3 ആണ്. സോ 3 AD എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് മാറി, രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആയിട്ട് മാറി. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു അക്യൂട്ട് ആംഗിളും വേണം, ഒരു സൈഡും വേണം. സോ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടി നമുക്കിവിടെ. അതിൽ ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ ADB എടുത്താൽ നമുക്ക് അവിടെ ആകെ അറിയുന്നത് ഒരു അക്യൂട്ട് ആംഗിൾ മാത്രമാണ് 40 ഡിഗ്രി. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. അത് കണക്ട് ചെയ്യാൻ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് എത്രയാണെന്നറിയില്ല, ബേസും എത്രയാണെന്നറിയില്ല. ബേസിൽ നമുക്ക് BCയുടെ ലെങ്ത് 6 ആണെന്നറിയാം, പക്ഷേ BD എന്ന് പറയുന്നത് 6ന്റെ എത്ര ഭാഗമാണെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ ഒരു കാര്യം ചെയ്യും. മൂന്ന് സൈഡും അറിയാത്ത സ്ഥിതിക്ക് 6 സെന്റിമീറ്റർ ആണ്, അതായത് BD എന്ന് പറയുന്നത് 6 സെന്റിമീറ്ററിന്റെ ഒരു ഭാഗമാണെന്നറിയാം. സോ ആ ഭാഗത്തിന് നമ്മൾ എന്തെടുക്കാം? X എന്ന് എടുക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ നമ്മൾ X എന്ന് എടുക്കുന്നു. BDX ആണെങ്കിൽ DC എന്തായിരിക്കും? ടോട്ടൽ 6 ആണ്. ഇത്രയും X ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ടോട്ടൽ 6ൽ നിന്ന് ഈ ഭാഗം അങ്ങ് കുറച്ച് കളഞ്ഞാൽ പോരെ.
6 മൈനസ് എക്സ് വരും. ഓക്കെ, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് 3 സൈഡും അറിയില്ല എങ്കിൽ ഏത് സൈഡിനെ കണക്ട് ചെയ്ത മെഷർമെന്റ് ആണോ നമുക്കുള്ളത് അത് വെച്ച് തുടങ്ങണം. സോ 6 ആണ് നമുക്കുള്ള മെഷർമെന്റ്. ടോട്ടൽ ലെങ്ത് ആണ്, ബി സിയുടെ ലെങ്ത് ആണ് 6. ബി ഡി നമുക്ക് എത്രയാണെന്ന് അറിയില്ല, ഇതിന്റെ പകുതിയാണെന്നോ കാരണം ഇതിനേക്കാളും 2 കുറവാണെന്നോ 3 കുറവാണെന്നോ ഒന്നും നമുക്കറിയില്ല. സോ നമ്മൾ എന്തെടുക്കും, അതിനെ എക്സ് എന്നെടുക്കും. ടോട്ടൽ 6ൽ നിന്ന് ഈ ഇത്രയും ഭാഗം കുറച്ച് കളഞ്ഞാലുള്ളതാണ് ഇത്രയും ലെങ്ത്, ഡി സിയുടെ ലെങ്ത്. അപ്പൊ 6 മൈനസ് എക്സ് എന്ന് എടുക്കും. ഓക്കെ, സോ ഇൻ ട്രയാങ്കിൾ എ ഡി ബിയില് നോക്കിക്കോളൂ, നമുക്ക് വേണമെങ്കിൽ ആ ട്രയാങ്കിൾ നമുക്കൊന്ന് സെപ്പറേറ്റ് വരയ്ക്കാം. ഇത് എ, ഇത് ഡി, ഇത് ബി. നമുക്ക് വേണ്ടത് ഒരു അക്യൂട്ട് ആംഗിളും ഒരു സൈഡുമാണ്. അപ്പൊ ഒരു സൈഡ് നമുക്കറിയില്ല, നമ്മൾ എന്തെടുത്തു, ബി ഡി എക്സ് ആയിട്ട് എടുത്തു. ലെറ്റ് ബി ഡി ഇസ് ഈക്വൽ ടു എക്സ്. ആംഗിൾ ബിയും അറിയാം. അപ്പൊ എക്സ് കാരണം നമുക്ക് വേണ്ടത് എ ഡിയുടെ മെഷർമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ യു ഹാവ് ടു കണക്ട് എ ഡി ആൻഡ് ദ സൈഡ് ബി ഡി. കാരണം നമുക്ക് വേറെ നിവൃത്തിയില്ല, നമുക്ക് ബി ഡിയുടെ സൈഡാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. സോ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസെന്റ് സൈഡും കണക്ട് ചെയ്യണം. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസെന്റ് സൈഡും കണക്ട് ചെയ്യുന്ന എന്താണ്, ടാൻ ആണ്, ആണല്ലോ. സോ ഇൻ ട്രയാങ്കിൾ എ ഡി ബി tan 40 degree is equal to opposite side by adjacent side. That is equal to opposite side എത്രയാണ്, AD, adjacent side എത്രയാണ്, X. Tan 40 degree is equal to AD by X. സോ ഇവിടെ നിന്ന് നമുക്ക് AD എഴുതാൻ പറ്റും, എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. സോ എക്സ് ഇൻറ്റു ടാൻ 40 ഡിഗ്രി, എക്സ് ഇൻറ്റു എന്നുള്ള ആ ഒരു മാർക്ക് ഞാൻ എഴുതുന്നില്ല. എക്സ് ടാൻ 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അർത്ഥം എക്സ് ഇൻറ്റു ടാൻ 40 ഡിഗ്രി എന്നാണ്. എക്സ് ഇൻറ്റു ടാൻ 40 ഡിഗ്രി ഇസ് ഈക്വൽ ടു എ ഡി. സോ എക്സ് എത്രയാന്ന് അറിഞ്ഞാൽ മാത്രമേ എ ഡിയുടെ ലെങ്ത് ഇവിടെ നമുക്ക് കിട്ടുന്നുള്ളൂ. ടാൻ 40 ഡിഗ്രി നമുക്ക് ടേബിളിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, അതിനൊരു വാല്യൂ ഉണ്ട്. എക്സ് എത്രയാ നമുക്കറിയില്ല, നമ്മൾ എടുത്തതാണ്. ഇതിന്റെ ലെങ്ത് എക്സ് എന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തതാണ്. സോ നമുക്ക് ഇവിടെ എക്സ് എന്താന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, എ ഡി ഇസ് ഈക്വൽ ടു എക്സ് ടാൻ 40 ഡിഗ്രി എന്ന് കിട്ടി. നമുക്ക് ഇതിനെ തൽക്കാലം ഇവിടുന്ന് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് കഴിയില്ല, ബിക്കോസ് നമുക്ക് എക്സ് എത്രയാന്ന് അറിയില്ല. സോ നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്ത് നമ്മൾ ഈ ഒരു ഇപ്പൊ കിട്ടിയതിനെ മാറ്റി വെക്കുന്നു. ഇത് നമ്മൾ ഈ വലിയ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ആ ഒരു ഹൈറ്റ് വരച്ചപ്പോൾ ഉണ്ടായ ഒരു റൈറ്റ് ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷനാണ്. ഇനി വേറൊരു റൈറ്റ് ട്രയാങ്കിളും കൂടെ അവിടെയുണ്ട്. ഏതാണ്, ട്രയാങ്കിൾ എ ഡി സി. ഇനി നമുക്ക് ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ എ ഡി സി നമുക്ക് ആ ട്രയാങ്കിൾ എ ഡി സി ഒന്ന് സെപ്പറേറ്റ് മാറ്റി വരയ്ക്കാം. കുറച്ചും കൂടെ ക്ലിയർ ആവാനാണ്, ഈസിയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എ ഡി സി നമുക്കറിയാവുന്നത് സി 65 ഡിഗ്രി ആണെന്നറിയാം. പിന്നെ ഡി സി നമ്മൾ എഴുതിയിട്ടുണ്ട് 6 മൈനസ് എക്സ്. എ ഡി ആണ് നമുക്ക് ആവശ്യം. സോ 65 ഡിഗ്രീനെ വെച്ച് നോക്കുമ്പം എ ഡി ഓപ്പോസിറ്റ് സൈഡാണ്, ഡി സി അഡ്ജസെന്റ് സൈഡാണ്, എ സി ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് എ ഡി ആണ്, നമ്മുടെ കയ്യിലുള്ളത് ഡി സി ആണ്. സോ ഓപ്പോസിറ്റ് സൈഡ് വേണം, അഡ്ജസെന്റ് സൈഡ് ഉണ്ട്. ഓപ്പോസിറ്റും അഡ്ജസെന്റും കൂടെ കണക്ട് ചെയ്യുന്നത് ടാൻ ആണ്. സോ ടാൻ 65 ഡിഗ്രി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്, എതിർവശം ബൈ സമീപവശം. സോ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്, എ ഡി ബൈ അഡ്ജസെന്റ് സൈഡ് 6 മൈനസ് എക്സ് ആണ്. സോ നമുക്ക് ടാൻ 65 ഡിഗ്രി ഇസ് ഈക്വൽ ടു എ ഡി ബൈ 6 മൈനസ് എക്സ്. സോ ഇവിടെ നിന്ന് നമുക്ക് എ ഡി കണ്ടുപിടിക്കാൻ പറ്റും. ഈ 6 മൈനസ് എക്സിനെ ഒരുമിച്ച് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്ന് കാണിക്കാൻ 6 മൈനസ് എക്സിനെ ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി. സോ 6 മൈനസ് എക്സ് ഇൻറ്റു ടാൻ 65 ഡിഗ്രി എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു എ ഡി. ഓക്കെ, സോ നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി എഴുതാം. എ ഡി ഞാൻ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നു, ഇതിന് ഞാൻ റൈറ്റ് സൈഡിലേക്ക് എഴുതുന്നു. സോ എ ഡി ഇസ് ഈക്വൽ ടു 6 മൈനസ് എക്സ് ഇൻറ്റു ടാൻ 65 ഡിഗ്രി. ഇത് നമ്മൾ രണ്ടാമത്തെ ട്രയാങ്കിൾ പരിഗണിച്ചപ്പോൾ കിട്ടിയതാണ്. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. ഇനി നമുക്ക് ആദ്യം കിട്ടിയ ഒന്നാമത്തെ ഇക്വേഷനും ഈ രണ്ടാമത്തെ ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്ത് നോക്കൂ. ഈ രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് സൈഡുകൾ എ ഡി എന്നാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ ആ രണ്ട്
ഇക്വേഷന്റെ റൈറ്റ് സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഫ്രം 1 and 2 ഒന്നാമത്തെ ഇക്വേഷന്റെ റൈറ്റ് സൈഡ് എന്താ ഉള്ളത്? എക്സ് ടാൻ 40 ഡിഗ്രി ആണ്. സോ എക്സ് ടാൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ഇക്വേഷന്റെ റൈറ്റ് സൈഡ് 6 മൈനസ് എക്സ് ഇൻറ്റു ടാൻ 65 ഡിഗ്രി. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. സോ നമുക്ക് ലെഫ്റ്റ് സൈഡ് എക്സ് ടാൻ 40 ഡിഗ്രി ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 6 മൈനസ് എക്സ് ഇൻറ്റു ടാൻ 65 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ 6നും എക്സിനും ബാധകമാണ് ടാൻ 65 ഡിഗ്രി. സോ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 6 ഇൻറ്റു ടാൻ 65 ഡിഗ്രി മൈനസ് എക്സ് ടാൻ 65 ഡിഗ്രി. നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിലും എക്സ് ഉണ്ട്, റൈറ്റ് സൈഡിലും എക്സ് ഉണ്ട്. സോ എക്സിന്റെ ടേംസിനെയൊക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ ലെഫ്റ്റ് സൈഡ് ഓൾറെഡി നമുക്ക് എക്സ് ടാൻ 40 ഡിഗ്രി ഉണ്ട്. റൈറ്റ് സൈഡിലുള്ള മൈനസ് എക്സ് ടാൻ 65 ഡിഗ്രീനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ മൈനസ് എന്താവും? പ്ലസ് ആവും. പ്ലസ് എക്സ് ടാൻ 65 ഡിഗ്രി വരും. റൈറ്റ് സൈഡിൽ ബാക്കിയുള്ളത് 6 ഇൻറ്റു ടാൻ 65 ഡിഗ്രി ആണ്. സോ എക്സിന്റെ ടേംസിനെയൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി. ഓൾറെഡി എക്സ് ടാൻ 40 ഡിഗ്രി ലെഫ്റ്റ് സൈഡ് ഉണ്ടായിരുന്നു, അതിനെ അവിടെ തന്നെ വെച്ചു, ലെഫ്റ്റ് സൈഡ് തന്നെ വെച്ചു. റൈറ്റ് സൈഡിലുള്ള എക്സിന്റെ ടേമായ മൈനസ് എക്സ് ടാൻ 65 ഡിഗ്രീനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് പ്ലസ് എക്സ് ടാൻ 65 ഡിഗ്രി ആയി. സോ റൈറ്റ് സൈഡിൽ നമുക്ക് ബാക്കിയുള്ളത് 6 ഇൻറ്റു ടാൻ 65 ഡിഗ്രി മാത്രമാണ്. ഇതങ്ങനെ തന്നെ വെക്കുക. വാല്യൂസ് ഒന്നും ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല നമ്മൾ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ രണ്ട് സ്ഥലത്ത് എക്സ് വന്നു. ഈ രണ്ട് സ്ഥലത്തും എക്സ് കോമൺ ആയതുകൊണ്ട് എക്സിനെ നമ്മൾ പുറത്തേക്ക് അങ്ങ് എടുത്തേക്കാണ്. സോ എക്സ് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി എന്താ ഉള്ളത്? ഇവിടെ നിന്ന് എക്സ് നമ്മൾ പുറത്തേക്ക് എടുത്താൽ ബാക്കിയുള്ളത് ടാൻ 40 ഡിഗ്രിയാണ്. ഇതേ സിമ്പിൾ പ്ലസ് ഇവിടെ നിന്ന് നമ്മൾ എക്സ് പുറത്തേക്ക് എടുത്തു, ബാക്കിയുള്ളത് ടാൻ 65 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു ടാൻ 65 ഡിഗ്രി. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു എക്സ് കിട്ടണമെങ്കിൽ ഈ മൊത്തം ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. സോ ഓൾറെഡി റൈറ്റ് സൈഡിൽ നമുക്ക് 6 ഇൻറ്റു ടാൻ 65 ഡിഗ്രി ഉണ്ട്. ഈ ടേമിനെ മൊത്തത്തിൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക, എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. സോ അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താക്കണം? ഡിവൈഡ് ചെയ്യണം. സോ ഡിവൈഡഡ് ബൈ ടാൻ 40 ഡിഗ്രി പ്ലസ് ടാൻ 65 ഡിഗ്രി. പിന്നെ കുട്ടികൾ സാധാരണ ചെയ്യുന്നതാണ്, മുകളിലും താഴെയും ടാൻ 65 ഉണ്ട്, അങ്ങ് വെട്ടിക്കളയും. അത് തെറ്റാണ്. കാരണം ഇവിടെ ടാൻ 40 ഡിഗ്രി പ്ലസ് ടാൻ 65 ഡിഗ്രി ആണ് ഉള്ളത്. സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ സം ഓഫ് 2 ടേംസ് ഉള്ളത് കൊണ്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴാണ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻറ്റു സൈൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതിന്റെ തൊട്ട് മുന്നേ പ്ലസ് സൈൻ ആണ്. സോ ഇതിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 6 ഇൻറ്റു ടാൻ 65 ഡിഗ്രി. ടാൻ 65 ഡിഗ്രി എത്രയാന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. സോ അല്ലെങ്കിൽ നമ്മൾ ടേബിൾ നോക്കിയിട്ട് ഇപ്പൊ എഴുതാം. പരീക്ഷയ്ക്ക് നിങ്ങൾ ടേബിൾ കൊണ്ടുകൊണ്ട് അവർ തരും. സോ അത് 2.1445 എന്നാണ് വരിക. ഡിവൈഡഡ് ബൈ ടാൻ 40 ഡിഗ്രി. Tan 40 degree from the table you can write 0.8391 plus tan 65 degree ഇത് 2.1445. ഇങ്ങനെ വലിയ കാൽക്കുലേഷൻസ് വരുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് 2 പ്ലേസസ് എടുക്കുന്നതായിരിക്കും കേട്ടോ. സോ നമുക്ക് ഇവിടെ 6 ഇൻറ്റു 2.14 മാത്രം എടുക്കാം. ഇവിടെ നമുക്ക് 0.83 മാത്രം എടുക്കാം. റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ 3 കഴിഞ്ഞിട്ടുള്ള നമ്പർ 9 ആണ്. 5നേക്കാളും മുകളിലുള്ള നമ്പർ ആണെങ്കിൽ 3നോട് ഒന്ന് കൂട്ടി 4 എന്ന് എഴുതാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ 0.83 തന്നെ എഴുതിക്കോളൂ. പ്ലസ് ഇവിടെ 2.14 എടുക്കാം. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിൽ നമുക്ക് 6 ഇൻറ്റു 2.14 ആണ്. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2.14നെ ഡെസിമൽ ഒഴിവാക്കിയാൽ 214 എന്ന് കിട്ടും. അതിനെ നമുക്ക് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു 6 24, 2 1 into 6 is 6, 6 plus 2 8, 2 into 6 12. രണ്ട് പ്ലേസ് ആണ് 6 into 2.14 സോ രണ്ട് പ്ലേസ് കഴിഞ്ഞ് പോയിന്റ് ഇടാം. സോ വി ഗെറ്റ് 12.84.
divided by, ഇനി ഇത് രണ്ടും ആഡ് ചെയ്യണം. So we have 0.83 plus ആഡ് ചെയ്യുമ്പോൾ ഡെസിമൽസ് ഈ പോയിന്റ് ഒരേ ലൈനിലായിരിക്കണം. താഴെ 2.14 ആണ്. സോ 2 ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 14 ആഡ് ചെയ്യുക. 3 plus 4 7, 8 plus 1 9, പോയിന്റ് അതേപോലെ ഇടുക. 0 plus 2 2. സോ വി ഹാവ് 2.97. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ്. 2 പ്ലേസ് എന്ന് കണ്ടാൽ രണ്ട് നമ്പറിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മുകളിൽ ഇനി സപ്പോസ് 2 പ്ലേസ്, താഴെ ഒരു പ്ലേസേ ഉള്ളൂ എങ്കിൽ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മാക്സിമം നമ്പർ ഓഫ് പ്ലേസസിന് കൺസിഡർ ചെയ്തിട്ട് വേണം 10ന്റെ മൾട്ടിപ്പിൾസ് എഴുതാൻ. സോ 2.97 into 100. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഒരേ നമ്പർ കൊണ്ട് തന്നെ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ നമുക്ക് 12.84 into 100, ഒരു ഡെസിമൽ നമ്പറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ പോയിന്റ് 2 പ്ലേസ് റൈറ്റ് സൈഡിലേക്ക് പോകുന്നു എന്നാണ്. അപ്പൊ പോയിന്റ് 2 പ്ലേസ് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ നമ്പേഴ്സ് ഒന്നുമില്ല. സോ നമുക്ക് എന്തേ വരുള്ളൂ? 1284 എന്ന് വരും. ഇനി 2.97നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 പ്ലേസ് റൈറ്റിലേക്ക് പോയാൽ 297 എന്ന് വരും. സോ നമുക്ക് 1284 ഡിവൈഡഡ് ബൈ 297 എന്ന് കിട്ടും. 1284നെ 297 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 1284നെ 1284നെ 297 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം 297 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഉള്ളിലുള്ള നമ്പർ, അതായത് ഡിവിഡൻറ്റ് 297നേക്കാളും വലിയ നമ്പർ വേണം എടുക്കാൻ. സോ 1 എടുക്കാൻ പറ്റില്ല, 12 എടുക്കാൻ പറ്റില്ല, 128 എടുക്കാൻ പറ്റില്ല, 1284 എടുക്കണം. ഓക്കെ, അപ്പൊ 297ന്റെ 1284ന് തൊട്ട് താഴെയുള്ള മൾട്ടിപ്പിൾ വേണം എടുക്കാൻ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഇത്രയേ ഉള്ളൂ. 297നെ നമ്മൾ ഓരോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ 297നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കുക. 297നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1485 എന്നാ കിട്ടുക. അത് ഇതിനേക്കാളും മുകളിലാണ്. താഴത്തെ നമ്പർ വേണം കിട്ടാൻ. സോ 297നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 297നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1188 എന്നാണ് കിട്ടുക. സോ ഈ നമ്പർ 1284നേക്കാളും കുറവാണ്. സോ നമുക്ക് ഇവിടെ എന്തെഴുതാം? 4 എന്ന് എഴുതാം. സോ 4നെ 297 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1188 എന്ന് കിട്ടും. ഇനി 1284ന്ന് 1188 കുറയ്ക്കുക. സോ നമുക്ക് എത്ര കിട്ടും? 14 എടുക്കുക. ഇവിടെ 14ന്ന് 8 പോകുമ്പോൾ 6 വരും. ഇവിടെ നമ്മൾ 1 എടുത്തു കഴിഞ്ഞു. സോ 7 ആണുള്ളത്. അപ്പൊ ഇവിടുന്ന് 17 ആക്കുക. സോ 17 മൈനസ് 8 9 വരും. സോ ഇവിടെ നമുക്ക് 1 ആണ്. 1ന്ന് 1 പോയ 0, ഇവിടുന്ന് 1ന്ന് 1 പോയ 0. സോ 96 ആണ് കിട്ടുക. 1284 മൈനസ് 1188 is equal to 96. ഇനി നമുക്ക് വീണ്ടും പ്രൊസീഡ് ചെയ്യാം. ബിക്കോസ് നമുക്ക് റിമൈൻഡർ 0 ഒന്നും അല്ല കിട്ടിയത്. സോ ഇനി ഇങ്ങോട്ട് എടുത്തെഴുതാൻ ഒരു നമ്പറും ഇല്ല. സോ നമ്മൾ 0 ഇടും. ഇവിടെ അങ്ങനെ 0 ഇടുമ്പോൾ മുകളിലത്തെ ഭാഗത്ത്, ക്വോഷ്യന്റിന്റെ ഭാഗത്ത് നമ്മൾ പോയിന്റ് ഇടണം. സോ നമുക്ക് 960 എന്ന നമ്പറാണ് ഇവിടെ കിട്ടിയത്. അത് 297നേക്കാളും വലിയ നമ്പറാണ്. സോ 960ക്ക് തൊട്ട് താഴെയുള്ള 297ന്റെ മൾട്ടിപ്പിൾ എടുക്കും. നമ്മൾ ഇങ്ങനെ തന്നെ ട്രയൽ ആൻഡ് എററിൽ ചെയ്യുമ്പോൾ 297 into 3 ചെയ്യുമ്പോൾ നമുക്ക് 891 ആണ് കിട്ടുക. അത് 960നേക്കാളും ചെറിയ നമ്പറാണ്. ഇനി 960 മൈനസ് 891 ചെയ്യുക. 960ന്ന് 891 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 69 എന്ന് കിട്ടും. 2 ഡെസിമൽ പ്ലേസ് ആൻസർ കിട്ടാൻ വേണ്ടി വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഒരു 0യും കൂടി ഇടുക. അപ്പോൾ മുകളിൽ ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. സോ 690 വന്നു. 690ക്ക് താഴെയുള്ള 297ന്റെ മൾട്ടിപ്പിൾ നോക്കുക. നമുക്കപ്പോൾ 2 into 297 ചെയ്യുമ്പോൾ 594 കിട്ടും. അത് 690യേക്കാളും ചെറിയ നമ്പറാണ്. ഇനി അങ്ങോട്ടേക്ക് പ്രൊസീഡ് ചെയ്യണമെന്നില്ല. കാരണം നമുക്ക് ക്വോഷ്യന്റിൽ 2 പ്ലേസസ് കിട്ടി. സോ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. എക്സ് ഈക്വൽ ടു, നമ്മളിപ്പോൾ ചെയ്തു വരുന്നത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന മെത്തേഡായിരുന്നു. സോ എക്സ് നമുക്ക് 4.32 എന്ന് കിട്ടും. എക്സ് കിട്ടിയാൽ ആൻസർ ആയില്ല. നമുക്ക് വേണ്ടത് AD ആണ്. അപ്പൊ നമുക്ക് ഈ AD രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ കൊടുത്താൽ AD എത്രയാന്ന് കിട്ടും. അതുപോലെ തന്നെ ഒന്നാമത്തെ ഇക്വേഷനിലും എക്സിന്റെ വാല്യൂ കൊടുത്താൽ AD കിട്ടും. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കാണുമ്പോഴായിരിക്കും. രണ്ടാമത്തെ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ആയിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ടാവും. കാരണം
ഇവിടെയാണെങ്കിൽ 6ൽ നിന്ന് ആ നമ്പർ കുറച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇവിടെയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി എക്സിന്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എ ഡിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, സോ therefore 1 gives AD is equal to x into എന്നാണ്. സോ എക്സ് എന്താണ്? 4.32 into tan 40 degree. tan 40 degree നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അത് 0.8391 ആണ്. ഓക്കെ, സോ 4.32 ഇൻറ്റു നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണമെങ്കിൽ ഇത് 2 ഡെസിമൽ പ്ലേസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. 0.83 മാത്രം എടുക്കാം. ഓക്കെ, ഇനി 4.32നെ 0.83 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4.32ല് പോയിന്റ് ഇല്ല എങ്കിൽ 432 എന്നെടുക്കും. 0.83ല് പോയിന്റ് ഇല്ല എങ്കിൽ 83 എന്ന നമ്പറും കിട്ടും. അപ്പോൾ 432നെ 83 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 3s are 6, 3 3s are 9, 4 3s are 12, 8 2s are 16, ഒന്ന് ബാക്കി, 8 3s are 24, 24 plus 1 is 25, 2 ബാക്കി, 4 8s are 32, 32 plus 2 34. സാധാരണ പോലെ ആഡ് ചെയ്യുക. 6 9 plus 6 15, 1 2 plus 5 7 plus 1 8, 1 plus 4 5, പിന്നെ ഈ 3. ഇതാണ് നമുക്ക് കിട്ടുക. ഇവിടെ 2 ഡെസിമൽ പ്ലേസ്, ഇവിടെ 2 ഡെസിമൽ പ്ലേസ്. സോ ടോട്ടൽ നമുക്ക് 4 ഡെസിമൽ പ്ലേസ് വരും. സോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4 നമ്പറിനെ ഒഴിവാക്കിയിട്ട് പോയിന്റ് ഇടാം. സോ നമുക്ക് എത്ര വരും? 3.5856 ആണ്. നമുക്ക് 2 ഡെസിമൽ പ്ലേസ് മാത്രം എഴുതാം. 3.58 എന്ന് കിട്ടും. അത് എ ഡിയുടെ വാല്യൂ ആണ്. സോ ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മൾ 3AD എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയിരുന്നു. ഓക്കെ, therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒരുപാട് കാൽക്കുലേഷൻ വരുന്നതാണ്. ട്രിഗണോമെട്രിയിൽ ആകെ ഒരു പ്രോബ്ലം ഉള്ളത് ഈ കാൽക്കുലേഷനിൽ മാത്രമാണ്. കാൽക്കുലേഷനും കൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് 1 മാർക്ക് പോലും കളയാതെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എ ഡിയുടെ വാല്യൂ ഇപ്പൊ കിട്ടിയത് 3.58 ആണ്. സോ 3.58നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 358നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8 3s are 24, 2 ബാക്കി, 5 3s are 15 plus 2 17, 1 ബാക്കി, 3 3s are 9, 9 plus 1 10. 2 പ്ലേസ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. സോ 2 പ്ലേസ് കഴിഞ്ഞ് പോയിന്റ് ഇടാം. സോ നമുക്ക് 10.74 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ഞാൻ ഒന്നും കൂടെ പറയട്ടെ. നേരത്തെ ചെയ്ത 2 ആംഗിൾസും ഒരു സൈഡും തന്നതാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കുക. അത് ഈക്വൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇതേ സൈഡ് തന്നെയായിരിക്കും ഈ സൈഡും വരിക. ഏതൊക്കെ 2 ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിട്ട് വരും. സോ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു പ്രോബ്ലത്തിൽ 3 ആംഗിൾസും ഡിഫറെന്റ് ആണ്. അങ്ങനത്തെ കേസിൽ നമ്മൾ സാധാരണ പോലെ തന്നെ എ ഡി പരിഗണിക്കുക. 2 ട്രയാങ്കിൾസും പരിഗണിക്കണം. അപ്പോൾ ഒരു സൈഡും അറിയില്ല എങ്കിൽ ബേസ് 6 തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ട്രയാങ്കിളിന്റെ ബേസിന്റെ പാർട്ട് എക്സ് ആയിട്ട് എടുക്കുക. സോ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ബേസിന്റെ പാർട്ട് അപ്പോൾ ടോട്ടൽ 6ൽ നിന്ന് എക്സ് കുറയ്ക്കുന്നതായിരിക്കും. 6 മൈനസ് എക്സ്. ഈ 2 ട്രയാങ്കിൾസിൽ നിന്നും നമ്മൾ എ ഡി കണ്ടുപിടിക്കുക. എ ഡി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നമുക്ക് ആ എ ഡി ഈക്വൽ ആയിട്ട് വരുമ്പോൾ റൈറ്റ് സൈഡുകൾ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എക്സിന്റെ വാല്യൂ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ ഡി കിട്ടും. SSLC മോഡൽ 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം 2 ആംഗിൾസും ഒരു സൈഡുമാണ് തന്നിരിക്കുന്നത്. ഇൻ ട്രയാങ്കിൾ ABC, ലെങ്ത് ഓഫ് AB is equal to 6 centimeter, ആംഗിൾ A 70 ഡിഗ്രി, ആംഗിൾ B 55 ഡിഗ്രി. അപ്പൊ എക്സാമിന് നമുക്ക് ഇങ്ങനെ ABC പാർട്ടായിട്ടായിരിക്കും ചോദിക്കുക. സോ നേരത്തെ ചെയ്ത പ്രോബ്ലം അത്രയും ലെങ്ത് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരില്ല. ഇങ്ങനെ പാർട്ടായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഫൈൻഡ് ആംഗിൾ C, സെക്കൻഡ് ഫൈൻഡ് AC, തേർഡ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. സൈൻ 70യുടെ വാല്യൂം തന്നിട്ടുണ്ട്. ത്രികോണം ABCയിൽ AB 6 സെന്റിമീറ്റർ, കോൺ എ 70 ഡിഗ്രി, കോൺ ബി 55 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കോൺ സി കാണുക, എ സിയുടെ നീളം കാണുക, ത്രികോണം ABC-യുടെ പരപ്പളവ് കാണുക. സോ നമുക്ക് 1 by 1 ആയിട്ട് ആൻസർ എഴുതി പോവാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ. ഈ ട്രയാങ്കിളിൽ ആംഗിൾ സി എത്രയാണെന്നാണ് ചോദിച്ചത്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇത് 70 ഇത് 55 ആണ്. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഈ 3 ആംഗിൾസും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. അതാണ് കോൺസെപ്റ്റ്. ഓക്കെ, സോ 70 55 കൂടെ കൂട്ടിയാൽ എത്രയാ വരിക? 125 ആണ് വരിക. 125ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 180 കിട്ടുക? അപ്പൊ അതിന് 180യിൽ നിന്ന് 125 മൈനസ് ചെയ്താൽ മതി. 180യിൽ നിന്ന് 125 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 55 ഡിഗ്രി തന്നെ കിട്ടും. സോ ആംഗിൾ സി ഇസ് ഈക്വൽ ടു 55 ഡിഗ്രി. ഓക്കെ, സോ നമുക്ക് ഫിഗറിനകത്തും അത് 55 എന്ന് മാർക്ക് ചെയ്യാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി. ഫൈൻഡ് എ സി. എ സിയുടെ നീളം കാണും. ഇതാണ് എ സി. അപ്പൊ നിങ്ങൾ നോക്കണം, മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിച്ചപ്പോൾ 2 ആംഗിൾ ഈക്വൽ ആയിട്ട് വന്നു. 2 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഒരു 55 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് എ ബി, അത് 6 സെന്റിമീറ്റർ ആണ്. സോ മറ്റേ 55 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡായിട്ടുള്ള എ സിയുടെ ലെങ്ത്തും എത്ര തന്നെയായിരിക്കും? 6 സെന്റിമീറ്റർ ആയിരിക്കും. അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. സോ നമുക്ക് എഴുതാം എ സി ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പം ഇതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് 1 മാർക്ക് പോലും ഇതിൽ കളയാണ്ടിരിക്കാൻ നമുക്ക് ഏരിയ കണ്ട അപ്പം തന്നെ ഫോമുല എഴുതി വെക്കുക. അപ്പോൾ അവിടെ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഫോമുല എഴുതുക എന്താണ്? ഹാഫ് ബി എച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ആ ഫൈനൽ ക്വസ്റ്റ്യനകത്ത് നമ്മൾ 1ഉം 2ഉം ശരിയായി എഴുതി. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫോമുല കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നോക്കാം, ഹാഫ് ഇൻറ്റു ബേസ് എന്താ? ട്രയാങ്കിളിന്റെ ബേസ് നമുക്ക് താഴെയുള്ള ഭാഗമാണ് ബേസ്. നമ്മൾ ബോട്ടം സൈഡിനെ നമ്മൾ ബേസ് എന്ന് പറയും. സോ എ സി ആണ് ബേസ്. അത് നമ്മൾ 6 സെന്റിമീറ്റർ കണ്ടുപിടിച്ചു. സോ ബേസിന്റെ സ്ഥാനത്ത് നമുക്ക് 6 കൊടുക്കാം. ഇനി ഹൈറ്റ് എന്താണ്? സോ ഈ ട്രയാങ്കിളിൽ ഹൈറ്റ് എന്ന് പറയുന്നത് ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് ബോട്ടം സൈഡിലേക്കുള്ള ലെങ്ത് ആണ്. ഓക്കെ, സോ നമുക്ക് അവിടെ ഡി എന്ന് കൊടുത്താൽ ബി ഡി എന്ന് കൊടുക്കാം. സോ ഹാഫ് ഓഫ് 6 ഇൻറ്റു ബി ഡി ഈസ് 3 ബി ഡി ആണ്. ഇനി ബി ഡി കണ്ടുപിടിക്കണം. ബി ഡി കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു 2 റൈറ്റ് ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിട്ടുണ്ടല്ലോ നമ്മൾ ഈ പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ. അപ്പൊ ഏത് ട്രയാങ്കിൾ എടുക്കുന്നതായിരിക്കും ബി ഡി കിട്ടാൻ എളുപ്പം? നമുക്ക് ഒരു സൈഡെങ്കിലും അറിയുന്ന ട്രയാങ്കിൾ വേണം നിങ്ങൾ എടുക്കാൻ. ഓക്കെ, സോ നോക്കിക്കോ, ബി ഡി എ എടുക്കുമ്പോൾ നമുക്ക് ഈ ഭാഗം എത്രയാന്ന് അറിയില്ല, പോട്ടെ, ഈ ഭാഗം അറിയാം. ഒരു സൈഡ് നമുക്ക് അറിയാവുന്നതാണ്. സോ നമുക്ക് ഏതെടുക്കുന്നതാണ് എളുപ്പം? ട്രയാങ്കിൾ ബി ഡി എ എടുക്കുന്നതാണ് എളുപ്പം. ഇൻ ട്രയാങ്കിൾ ബി ഡി എ. ഇനി ഒരു സൈഡും അറിയില്ല, ഇപ്പുറത്തും അറിയില്ല അപ്പുറത്തും അറിയില്ലെങ്കിൽ മാത്രമാണ് ഇതിനെ എക്സ് എന്ന് എടുത്ത് നമ്മൾ ചെയ്യാറുള്ളൂ. സോ ബി ഡി എ എടുക്കുന്നു. അവിടെ നമുക്ക് 70 ഡിഗ്രിയാണ് അക്യൂട്ട് ആംഗിൾ ഉള്ളത്. നമുക്ക് വേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ളതിന്റെ ലെങ്ത് ആണ്. ഹൈപ്പോട്ടന്യൂസ് ആണ് അറിയുന്നത്. സോ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും കണക്ട് ചെയ്യുന്നത് എന്താണ്? സൈൻ ആണ്. ഓക്കെ, സോ സൈൻ 70 ഡിഗ്രി എഴുതുന്നു. ഓപ്പോസിറ്റ് സൈഡ് ബി ഡി, ഹൈപ്പോട്ടന്യൂസ് എ ബി. എ ബി എന്ന് പറയുന്നത് 6 ആണ് അതിന്റെ ലെങ്ത്. ഓക്കെ, സോ സൈൻ 70 ഡിഗ്രി ഇസ് ഈക്വൽ ടു ബി ഡി ബൈ 6. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ഡി ആണ്. ബി ഡിയുടെ വാല്യൂ പറഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. സോ ബി ഡി കിട്ടണമെങ്കിൽ 6നെ നമ്മൾ എതിർവശത്തേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ ഡിവൈഡ് ചെയ്ത 6 ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 6 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? 6 ഇൻറ്റു സൈൻ 70 ഡിഗ്രി എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു ബി ഡി. സൈൻ 70 ഡിഗ്രിയുടെ വാല്യൂ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സോ 6 ഇൻറ്റു 0.93 ഇസ് ഈക്വൽ ടു ബി ഡി. ഓക്കെ, ഇനി 6 ഇൻറ്റു 0.93, പോയിന്റ് ഒഴിവാക്കിയ 93 എന്ന് മാത്രമാണ് നമ്പർ ഉള്ളത്. 93നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3 ഇൻറ്റു 6 18, 1, 9 ഇൻറ്റു 6 54 പ്ലസ് 1 55. പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ്. സോ 2 പ്ലേസ് വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് വരുമ്പോൾ 2 പ്ലേസ് മാറ്റി പോയിന്റ് ഇടാം. സോ നമുക്ക് 5.58 എന്ന് കിട്ടും. സോ ബി ഡി ഇസ് ഈക്വൽ ടു 5.58 സെന്റിമീറ്റർ. ബി ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ആൻസർ കിട്ടാൻ എളുപ്പമാണ്. 3 ബി ഡി ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ബി ഡിയുടെ സ്ഥാനത്ത് നമുക്ക് 5.58 കൊടുക്കാം. Therefore, area of triangle is equal to 3
into 5.58. 5.58നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 558നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 8 into 3 24. 2 ബാക്കി. 5 into 3 15. 15 plus 2 17. 1 ബാക്കി. 5 into 3 15. 15 plus 1 16. 2 പ്ലേസ് മാറി പോയിന്റ് ഇടാം. സോ നമ്മൾക്ക് ഇവിടെ പോയിന്റ് ഇടാം. സോ എന്ത് കിട്ടും? 16.74 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. 2016 ചോദിച്ച സെക്കൻഡ് ടേം എക്സാമിന്റെ 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണിത്. ഇൻ ട്രയാങ്കിൾ ABC, AB is equal to 14 centimeter, AC is equal to 15 centimeter, sin A is equal to 4/5. Find the following: the perpendicular distance from C to AB, the area of triangle, the length of BC. ത്രികോണ ABCയിൽ AB 14 സെന്റിമീറ്റർ, AC 15 സെന്റിമീറ്റർ, സൈൻ A 4/5. താഴെ പറയുന്നവ കാണുക. സിയിൽ നിന്നും ABയിലേക്കുള്ള ലംബദൂരം, ത്രികോണത്തിന്റെ പരപ്പളവ്, BCയുടെ നീളം. അപ്പോൾ ഒരു റഫ് ഫിഗർ അങ്ങ് വരച്ചാൽ മതി. ഒരു ട്രയാങ്കിൾ ABC വരയ്ക്കുക. ഒരു മെഷർമെന്റും അറിയില്ല, സാധാരണ ഒരു ട്രയാങ്കിൾ ABC അങ്ങ് വരയ്ക്കുക. ഇഷ്ടമുള്ള പോലെ പേര് കൊടുക്കാം നമുക്ക്. ഇവിടെ നമുക്ക് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സി ടു എ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വെച്ചിട്ട് വേണമെങ്കിൽ സി മുകളിലും AB താഴെയും എഴുതാം. ഓക്കെ. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ABയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 14 സെന്റിമീറ്റർ. ACയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ. പിന്നെ തന്നിരിക്കുന്നത് സൈൻ A ആണ്. സോ A എന്ന് പറയുന്ന ആംഗിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സൈൻ A 4/5 എന്ന് തന്നിട്ടുണ്ട്. സൈൻ വന്നതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. സോ നമുക്ക് സിയിൽ നിന്ന് ABയിലേക്കുള്ള പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഓക്കെ. അതിന് നമുക്ക് D എന്ന് പേരിടാം. സോ ഇവിടെ തന്നിരിക്കുന്ന സൈൻ A. അപ്പൊ നമ്മളിവിടെ ട്രയാങ്കിൾ CDA മാത്രമാണ് പരിഗണിക്കുന്നത്. ഓക്കെ. സോ ഇൻ ട്രയാങ്കിൾ CDA, സൈൻ A is equal to 4/5. ഓക്കെ. ഈ ട്രയാങ്കിളിൽ സൈൻ A ആക്ച്വലി എന്താ വരിക? ഓപ്പോസിറ്റ് സൈഡ്. എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? CD ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാ? AC ആണ് എന്ത്? 4/5. അങ്ങനെ വരുമ്പം നമുക്ക് എങ്ങനെ എഴുതാം? CDയുടെ ലെങ്ത് നമുക്ക് അറിയില്ല. സോ ഈ CD അതുപോലെ തന്നെ എഴുതാം. എന്നാൽ ACയുടെ ലെങ്ത് നമുക്കറിയാം 15 ആണ്. ഓക്കെ. സോ AC 15 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 4/5. ഓക്കെ. നോക്കിക്കോ, ഇത് രണ്ടും ഈക്വൽ ഫ്രാക്ഷൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? സോ 15 ഇവിടെ ഡിനോമിനേറ്റർ, ഇവിടെ ഡിനോമിനേറ്റർ 5. 5 15 ആകുന്നത് എപ്പോഴാണ്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. സോ നമുക്ക് ഇതിന് ഈ ഒരു ഫ്രാക്ഷന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ എഴുതാം. എങ്ങനെ എഴുതും? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 5 into 3 15 കിട്ടും. 4 into 3 12 കിട്ടും. 12/15ന്റെ സിംപ്ലസ്റ്റ് ഫോം ആണ് 4/5. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? CD/15 എന്ന് പറയുന്നത് 12/15 ആണ് എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി വന്നു രണ്ട് ഫ്രാക്ഷന്റെയും. സോ അതിന്റെ ന്യൂമറേറ്റേഴ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. CD is equal to 12 എന്ന് കിട്ടും. CDയുടെ ലെങ്ത് കാണാനാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം C to AB, ഇറ്റ് ഈസ് നമുക്ക് കിട്ടി എത്രയാണ്? 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ നമുക്ക് എഴുതാം. Therefore, 1 perpendicular distance from C to AB, that is same as CD, that's equal to 12 centimeter. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് കാണുമ്പോൾ തന്നെ ഫോർമുല എഴുതി വെക്കണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു, ത്രികോണത്തിന്റെ പരപ്പളവ് ഇസ് ഈക്വൽ ടു half BH.
ഹാഫ് ഇൻറ്റു ബേസ് എന്താ ട്രയാങ്കിൾ നോക്കാം. ട്രയാങ്കിളിന്റെ ബേസ് എത്രയാണ്? 14 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എന്താണ്? സി ഡി ആണ് ഹൈറ്റ്. അത് നമ്മൾ കണ്ടുപിടിച്ചു 12 ആണെന്ന്. ഹാഫ് ഓഫ് 14 7 ആണ്. ഇൻറ്റു 12 7 ഇൻറ്റു 12 84 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഏരിയ വരും. ഓക്കെ, ഇനി നമുക്ക് സി പാർട്ട് കാണണം. സി പാർട്ടിൽ നമുക്ക് കാണേണ്ടത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി സി ആണ്. ബി സിയുടെ നീളമാണ്. സോ ഇവിടെ നോക്കുക, ബി സിയുടെ നീളം കാണണമെങ്കിൽ ഈ റൈറ്റ് സൈഡിലുള്ള റൈറ്റ് ട്രയാങ്കിളിൽ രണ്ട് സൈഡെങ്കിലും അറിഞ്ഞിരിക്കണം. നമുക്ക് ഡി ബി എത്രയാന്ന് അറിയില്ല. നമുക്കറിയാവുന്ന എ ബി 14 സെന്റിമീറ്റർ ആണെന്നാണ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ലെഫ്റ്റ് സൈഡുള്ള ട്രയാങ്കിൾ തന്നെ എടുക്കാം. അവിടെ നമുക്ക് രണ്ട് സൈഡ് അറിയാം. അപ്പോൾ ഈ മൂന്നാമത്തെ സൈഡ് എ ഡി കണ്ടുപിടിച്ചൂടെ? എ ഡി കിട്ടുമ്പോൾ നമുക്ക് ഡി ബി കിട്ടും. അത് വെച്ച് നമുക്ക് ബി സി കാണാം. ഓക്കെ, സോ ഇൻ ട്രയാങ്കിൾ സി ഡി എ, ഓക്കെ, പൈതഗോറസ് തിയറം, ബൈ പൈതഗോറസ് തിയറം ബേസ് സ്ക്വയർ, ബേസ് ആണ് എ ഡി, അതിന്റെ ലെങ്ത് എത്രയാന്ന് നമുക്കറിയില്ല. സോ നമ്മൾ എ ഡി തന്നെ എടുക്കുന്നു. എ ഡി സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ് സി ഡി ആണ്, 12 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, അത് 15 ആണ്, 15 സ്ക്വയർ. എ ഡി സ്ക്വയർ പ്ലസ് 144, 12 സ്ക്വയർ 144 ആണ്, 15 സ്ക്വയർ 225 ആണ്. അപ്പോൾ എ ഡി സ്ക്വയർ എന്ത് കിട്ടും? 225. ഈ പ്ലസ് 144 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 144 ആവും. 225ൽ നിന്ന് 144 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 81 എന്ന് കിട്ടും. എ ഡി സ്ക്വയർ 81 ആണെങ്കിൽ എന്തിന്റെ സ്ക്വയർ ആണ് 81? 9ന്റെ സ്ക്വയർ ആണ്, ആണല്ലോ. സോ എ ഡി എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. സോ എ ഡി 9 ആണെങ്കിൽ ഡി ബി എന്താണ്? 5. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 14 കിട്ടുക. Therefore DB is equal to 14 minus 9 is equal to 5 centimeter. അപ്പോൾ നമുക്കിനി വലതുവശത്തുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ സി ഡി ബി, ശരിക്കും നോക്കണേ, സി ഡി ബിയില് ബേസ് ഡി ബി ആണ്, പൈതഗോറസ് തിയറം ആണ്. ഡി ബി സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ്, അത് 12 സ്ക്വയർ ആണ്. സോ ഡി ബി നമുക്കറിയാം എത്രയാണെന്ന്. ഡി ബി 5 ആണെന്ന് നമുക്കറിയാം. സോ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ആണ് ബി സി സ്ക്വയർ. 5 സ്ക്വയർ 25, 12 സ്ക്വയർ 144, ദാറ്റ്സ് ഈക്വൽ ടു ബി സി സ്ക്വയർ. 25ഉം 144ഉം കൂട്ടിയാൽ 169, ദാറ്റ് ഇസ് ഈക്വൽ ടു ബി സി സ്ക്വയർ. ബി സി സ്ക്വയർ 169 ആണെങ്കിൽ ബി സി എന്താ? എന്തിന്റെ സ്ക്വയർ ആണ് 169? 20 വരെയുള്ള നിർബന്ധമായും പഠിക്കണം, 4ാമത്തെ ചാപ്റ്ററിലെ പറഞ്ഞിട്ടുണ്ട്. സോ ബി സി സ്ക്വയർ 169 ആണെങ്കിൽ ബി സി എത്രയാണ്? 13 ആണ്. സോ ബി സിയുടെ വാല്യൂ കിട്ടി. ബി സി ഇസ് ഈക്വൽ ടു 13 സെന്റിമീറ്റർ. സെക്കൻഡ് ടേം 2016 ചോദിച്ച 4 മാർക്സ് ക്വസ്റ്റ്യൻ. ഇഫ് ഇൻ ട്രയാങ്കിൾ എ ബി സി, എ സി ഇസ് ഈക്വൽ ടു ബി സി, angle ACB is equal to 80 degree and AB is equal to 16 centimeter, then compute the following: the perpendicular distance from C to AB, the area of triangle ABC, the length of the sides AC and BC. Sin 18, sin 15, tan 18, tan 15 തന്നിട്ടുണ്ട്. ത്രികോണ ABCയിൽ AC സമം BC, കോൺ എ സി ബി 80 ഡിഗ്രി, എ ബി സമം 16 സെന്റിമീറ്ററും ആണെങ്കിൽ താഴെ പറയുന്നവ കണക്കാക്കുക. സിയിൽ നിന്നും എ ബിയിലേക്കുള്ള ലംബ ദൂരം, ത്രികോണ എ ബി സിയുടെ പരപ്പളവ്, എ സിയുടെയും ബി സിയുടെയും നീളം. റഫായിട്ടൊരു ട്രയാങ്കിൾ വരയ്ക്കുക ആദ്യം. സിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് കാണണം. സോ നമുക്ക് സി മുകളിൽ കൊടുക്കാം, താഴെ എ ബി കൊടുക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എല്ലാം ഈ ഫിഗറിൽ മാർക്ക് ചെയ്യാം. എ സി ഇസ് ഈക്വൽ ടു ബി സി തന്നിട്ടുണ്ട്. ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. സോ ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണെന്ന് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം. ആംഗിൾ എ സി ബി, ഇത് എ സി ബി 80 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. എ ബി 16 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സി ടു എ ബി കാണണം. ഇവിടെ നിന്ന് എ ബിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണണം. സോ ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ തേർഡ് വേർട്ടെക്സിൽ ടോപ്പ് വേർട്ടെക്സിൽ നിന്നും ബോട്ടം സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ ബോട്ടം സൈഡിനെ ബൈസെക്ട് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുകളിലത്തെ വേർട്ടെക്സിൽ നിന്നും താഴത്തെ സൈഡിലേക്ക് വരയ്ക്കുന്ന ലംബം ആ വശത്തിനെ തുല്യമായി ഭാഗിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. സോ നമുക്ക് എഴുതാം, ട്രയാങ്കിൾ എ ബി സി ഈസ് ആൻ ഐസോസെൽസ് ട്രയാങ്കിൾ. സമപാർശ്വ ത്രികോണമാണ്. Therefore, perpendicular from top vertex to the bottom side bisects the bottom side. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ പോയിന്റിന് ഡി എന്ന് കൊടുത്താൽ എ ഡി എത്ര വരും? 8 വരും. ഡി ബി എത്ര വരും? 8 വരും. മനസ്സിലായല്ലോ? ഈ ആംഗിളിനെയും ബൈസെക്ട് ചെയ്യും. ഇത് 80 ആണ്. അപ്പൊ ആംഗിള് ഇത് പകുതി ഇതും പകുതി. സോ ഇത് എത്രയേ വരുള്ളൂ? 40 വരുള്ളൂ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി ഡി ആണ്. സോ ഞാൻ ഇതിലൊരു പാർട്ട് ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുന്നു. ഒന്നാമത്തെ ആൻസർ എഴുതാൻ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് സി ഡി ആണ്. ഞാൻ ഈ ഇടതുവശത്തെ ട്രയാങ്കിൾ മാത്രം, ഈ പെർപെൻഡിക്കുലർ വരച്ചതിന് ശേഷമുള്ള ഇടതുവശത്തെ ട്രയാങ്കിൾ മാത്രം എടുക്കുന്നു. സോ ഇത് സി ഡി ഇ. എനിക്കറിയാവുന്നത് എ ഡി 8 ആണെന്നറിയാം. ഈ ആംഗിൾ സി 40 ആണെന്നറിയാം. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് സി ഡി ആണ്. ആ സി ഡി 40യുടെ അഡ്ജസെന്റ് സൈഡാണ്. നമുക്കറിയാവുന്നത് 40യുടെ ഓപ്പോസിറ്റ് സൈഡാണ്. സോ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസെന്റ് സൈഡും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ടാൻ 40 എന്ന് പറഞ്ഞ് നമുക്ക് കണക്ട് ചെയ്യാം. നോക്കിക്കോളൂ, ടാൻ 40 എന്ന് എഴുതുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് 8 ബൈ അഡ്ജസെന്റ് സൈഡ് സി ഡി എന്ന് കിട്ടും. സോ ടാൻ 40 ആണ്. പക്ഷെ നമുക്കിവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കാണാം സൈൻ 80യും സൈൻ 50യും ടാൻ 80യും ടാൻ 50യെ തന്നിട്ടുണ്ട്. ടാൻ 40യുടെ വാല്യൂ നമുക്ക് തന്നിട്ട്. സോ നമ്മളിവിടെ 40 ഡിഗ്രി എടുത്ത് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് ഇസ് ടാൻ 40 ഡിഗ്രി. ഇറ്റ് ഇസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇത് 40 ആണ്, ഇത് 90 ആണ്. സോ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. സോ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ഇത് ഇത്രയും 80 വന്നാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 100 കിട്ടണം. സോ ഓരോന്നും എത്ര വീതമായിരിക്കണം? 50 ആയിരിക്കണം. സോ നമുക്ക് ഈ ആംഗിൾ കിട്ടും 50 എന്ന്. അപ്പോൾ ഈ ആംഗിൾ വെച്ച് നോക്കുമ്പം എ ഡി അഡ്ജസെന്റ് സൈഡാണ്, വേണ്ടത് ഓപ്പോസിറ്റ് സൈഡാണ്. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ് ടാനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നിന്ന് നമുക്ക് ടാൻ 40 ഒഴിവാക്കാം. ടാൻ 40 കിട്ടിയാൽ നമുക്ക് ടാൻ 40യുടെ വാല്യൂ തന്നിട്ടില്ല. സോ നമ്മൾ ടാൻ 50 എഴുതും. ടാൻ 50 ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഇസ് സി ഡി ബൈ അഡ്ജസെന്റ് സൈഡ് 8. ഓക്കെ, സോ നമുക്ക് സി ഡി കിട്ടും. സി ഡി ഇസ് ഈക്വൽ ടു 8 ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ചെയ്യണം. സോ 8 ഇൻറ്റു ടാൻ 50 ഡിഗ്രി. ടാൻ 50 ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് എത്ര എടുക്കണമെന്ന്? 1.19 എന്ന് എടുക്കണമെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ടാൻ 50ക്ക് പകരം ആ വാല്യൂ ഇട്ട് കൊടുക്കാം. സോ വാട്ട് യു ഗെറ്റ്? സി ഡി ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 1.19. ഓക്കെ, ഇനി നമുക്ക് 1.19നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ അതിനുവേണ്ടി 119നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 ഇൻറ്റു 8 9 ഇൻറ്റു 8 72, 7 ബാക്കി. 1 ഇൻറ്റു 8 8, 8 7 15, 1 ബാക്കി. 1 ഇൻറ്റു 8 8, 8 1 9. സോ 2 പ്ലേസ് മാറി പോയിന്റ് ഇടുമ്പോൾ നമ്മൾ ഇവിടെ പോയിന്റ് ഇടും. സോ വി ഗെറ്റ് 9.52. സോ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ എഴുതി കഴിഞ്ഞു. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സി ടു എ ബി ഈസ് ഈക്വൽ ടു 9.52. നെക്സ്റ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണണം. ബി ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് 1 മാർക്ക് ഉറപ്പിക്കണം.
Area of triangle is equal to half BH. That's equal to half into base. Figure നോക്കുക. Base എത്രയാ? 16 centimeter. Height നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു. CD ആണ് height. അതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 9.52 എന്ന്. Okay? Half of 16 8 ആണ്. So 8 into 9.52. Multiply ചെയ്യും. 952നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 8s are 16. 1 ബാക്കി. 5 8s are 40. 40 plus 1 41. 4 ബാക്കി. 9 8s are 72. 72 plus 4 76. രണ്ട് പ്ലേസ് മാറി പോയിന്റ് ഇടാം. സോ നമുക്ക് 76.16 സെന്റിമീറ്റർ സ്ക്വയർ എന്ന ഏരിയ കിട്ടും. സോ ബി പാർട്ട് നമ്മൾ ആൻസർ ചെയ്തു. ഇനി നമുക്കുള്ളത് സി പാർട്ടാണ്. സി പാർട്ടിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് സൈഡ്സ് എ സിയും കാണണം, ബി സിയും കാണണം. ഓക്കെ, എ സി കാണാൻ നേരത്തെ എടുത്ത അതേ ട്രയാങ്കിൾ തന്നെ വരയ്ക്കാം. എ സി കാണാൻ 50 മാർക്ക് ചെയ്താൽ മതി. കാരണം 50 80 തന്നിരിക്കുന്നത്. സോ 40 മാർക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല. സി ഡി ഇത് എ, ഇത് 8, ഇത് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾക്ക് ആൻസർ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 9.52 എന്ന്. ഓക്കെ, നമുക്ക് കാണേണ്ടത് എ സി ആണ്. 50 തന്നെ എടുക്കാം. ഓക്കെ, 50 തന്നെ എടുത്തിട്ട് നമുക്ക് ഈ സൈഡ് കണക്ട് ചെയ്യണം. അപ്പൊ നോക്കിക്കോളൂ, സൈൻ എടുക്കുവാണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് കിട്ടും. സോ അവിടെ നമുക്ക് വാല്യൂ കിട്ടും. കോസ് എടുക്കുവാണെങ്കിൽ അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുക്കണം. പക്ഷെ കോസിന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടില്ല. സോ നമ്മൾ എന്തെടുക്കാൻ പറ്റുള്ളൂ? സൈൻ എടുക്കാൻ പറ്റുള്ളൂ. സൈൻ 50 തന്നിട്ടുണ്ട്. സോ നമ്മൾ സൈൻ എടുക്കും. സോ സൈൻ 50 is equal to opposite of 50, അത് സി ഡി ആണ്, ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഇസ് എ സി. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ മിക്കവാറും തെറ്റ് വരുത്തുന്ന ഒരു ഭാഗമാണിത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ സി ആണ്. സി ഡിയുടെ വാല്യൂ അറിയാലോ. സോ അത് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് സി ഡി 9.52 ബൈ എ സി. നമുക്ക് കാണേണ്ടത് എ സി ആണ്. സോ എ സിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. സോ ഞാൻ ആദ്യം എ സിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴത് എ സി ഇൻറ്റു സൈൻ 50 ആവും. എന്നിട്ട് സൈൻ 50 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പം എ സി മുകളിലേക്ക് വരുമ്പോൾ സൈൻ 50 എങ്ങോട്ട് പോകും? താഴേക്ക് വരും. ഇത് തെറ്റിക്കാറുണ്ട് നിങ്ങൾ പലപ്പോഴും. അത് കാരണം വളരെ കെയർഫുൾ ആയിരിക്കണം. സോ സൈൻ 50 is equal to 9.52 ബൈ എ സി വന്നാൽ എ സി എന്താണ്? 9.52 മുകളിൽ തന്നെ, താഴെയുള്ളതിനെ മുകളിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ മുകളിലുള്ളത് താഴേക്ക് വരും, ബൈ സൈൻ 50 വരും. ഓക്കെ, സോ 9.52 ഡിവൈഡഡ് ബൈ സൈൻ 50യുടെ വാല്യൂ തന്നിട്ടുണ്ട്. സൈൻ 50യുടെ വാല്യൂ 0.77 ആണ്. രണ്ട് മുകളിലും താഴെയും ഡെസിമൽ നമ്പേഴ്സ് ആണ്. രണ്ടിനും 2 ഡെസിമൽ പോയിന്റ്സ് ആണ് ഉള്ളത്. അത് കാരണം തന്നെ നമുക്ക് ആ ഡെസിമലിനെ ഒഴിവാക്കാം. 952 എന്ന് എഴുതാം, താഴെ 77 എഴുതാം. ഇത് ആക്ച്വലി നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു രണ്ട് സ്ഥലത്തേക്ക്. പക്ഷെ രണ്ടിടത്തും ഒരേ ഇതാണെങ്കിൽ നമുക്ക് അതിനെ ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ പഠിക്കാം. ഇനി 952നെ 77 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ് us ഡിവൈഡ് 952 ബൈ 77. 77 മുകളിലുള്ള നമ്പർ വേണം എടുക്കാൻ. സോ 9 എടുക്കാൻ പറ്റില്ല, 95 എടുക്കാം. സോ 95ന്റെ തൊട്ട് താഴെയുള്ള 77ന്റെ മൾട്ടിപ്പിൾ 77 തന്നെയായിരിക്കും. സോ 1 into 77 ആണ് 77. 95 എന്ന് 77 മൈനസ് ചെയ്താൽ നമുക്ക് 18 എന്ന് കിട്ടും. ഓക്കെ, ഇനി ആ 2 ഇറക്കി എഴുതാം. സോ 182 കിട്ടും. 182ന്റെ താഴെയുള്ള 77ന്റെ മൾട്ടിപ്പിൾ 77 into 2 എത്രയാ വരിക? 154 ആണ് വരിക. 77 into 3 ചെയ്യുമ്പോൾ അത് 180നേക്കാളും മുകളിലായി പോകും. സോ നമുക്ക് 2 എഴുതാം. സോ 2 into 77 154 വരും. 182 154 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 28 കിട്ടും. വീണ്ടും നമുക്ക് പ്രൊസീഡ് ചെയ്യാം. നമുക്ക് 0 ഇടാം. സോ ഇവിടെ നമ്മൾ പോയിന്റ് എഴുതും. സോ 280ന്റെ താഴെയുള്ള 77ന്റെ മൾട്ടിപ്പിൾ 3 ആയിരിക്കും. 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ 3 into 7 21 2. 3 into 7 21 plus 2
23. 280 നിന്ന് 231 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 49 വരും. വീണ്ടും നമുക്ക് പ്രൊസീഡ് ചെയ്യാം. 490 എന്ന് എഴുതാം. സോ 77ന്റെ 490യുടെ താഴെയുള്ള മൾട്ടിപ്പിൾ എന്തായിരിക്കും? നമുക്ക് ട്രയൽ ആൻഡ് എററിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു നോക്കാം. 77നെ നമുക്ക് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും 490ക്ക് മുകളിൽ പോവുള്ളൂ. സോ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 6 into 7 42, 4 6 into 7 42 plus 4 46 മതി. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സോ 12.36 എന്ന് കിട്ടും. സോ എ സിയുടെ വാല്യൂ 12.36 ആണ്. ഇനി നമുക്ക് ബി സിയുടെ വാല്യൂ കാണണം. എ സി നമ്മൾക്ക് കിട്ടി. ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് എ സി ഈസ് ഈക്വൽ ടു ബി സി എന്ന്. സോ എ സിയുടെയും ബി സിയുടെയും വാല്യൂ സെയിം ആണ്. ആൻഡ് ബി സി ഈസ് ഈക്വൽ ടു സെയിം തന്നെ 12.36.